നമ്മൾ ഈ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റിലോട്ട് കടക്കുമ്പോൾ പല ആളുകളുടെയും പ്രോബ്ലം പൈസ ഇല്ലാത്തതോ ലോൺ കിട്ടാത്തതോ ഒന്നുമല്ല, അവർക്കൊരു ക്ലാരിറ്റി ഇല്ലാത്തതാണ്. അതാണ് മോസ്റ്റ് ഓഫ് ദ ടൈം സംഭവിക്കുന്നത്. അപ്പോൾ എനിക്ക് റിയലായിട്ട് അനുഭവം വന്നൊരു സ്റ്റോറി പറയാം. എൻ്റെ ഒരു കൊളീഗ് ഉണ്ട്, പുള്ളി IT ആണ്, പുള്ളിയുടെ വൈഫും IT ആണ്, രണ്ടുപേർക്ക് നല്ല ഇൻകം ഉണ്ട്, സ്വന്തമായിട്ട് വീട് ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്, ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങണമെന്ന് പ്ലാൻ ഉണ്ട്. അവരെന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 വർഷമായിട്ട് അവർ ജസ്റ്റ് ഒരു ലേണിംഗ് ഫേസിലാണ്. ഇവർ പഠിച്ച് റിസർച്ച് നടത്തി, ഇത് കൺഫ്യൂഷൻ വന്നിട്ട് ഇത് എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയില്ല. ഫസ്റ്റ് ഇയറിൽ അവർ ഡിസിഷൻ എടുത്തു, ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി വാങ്ങാം, ഡ്യുവൽ ഇൻകം ഉള്ള ഒരു പ്രോപ്പർട്ടി വാങ്ങാം. അത് കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്ത് വേറെ ആരോ പറഞ്ഞു ഡ്യുവൽ ഇൻകം ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്, ക്യാപിറ്റൽ ഗെയിൻ കിട്ടില്ല, ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി വാങ്ങുമായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ അവരുടെ ഒരു ഫ്രണ്ട് വേറെ ഒരു ടൗൺ ഹൗസ് വാങ്ങി. 2 years കൊണ്ട് അവർക്കൊരു ഗ്രോത്ത് അച്ചീവ് ചെയ്തു. അപ്പോൾ അവർക്ക് അതേ സബബിൽ പോയി അങ്ങനെ വാങ്ങിയിടുന്നൊരു കൺഫ്യൂഷൻ വന്നു. പല രീതിയിലും പല ഡിസ്ട്രാക്ഷൻസും പല കൺഫ്യൂഷൻസും ഉണ്ടായി. എസ്പെഷ്യലി നമ്മളിത് ചിന്തിക്കുമ്പോൾ അപ്പോൾ നമ്മളൊരു റൈറ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ റൈറ്റ് ടൈമിൽ എടുക്കുക എന്നുള്ളതാണ് എപ്പോഴും ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതായത് അവരൊരു കണ്ടിന്യൂസ് ഒരു റിസർച്ച് മോഡിലാണ്, ആക്ഷൻ മോഡിലോട്ട് അവർ കടക്കുന്നില്ല. അവർ പോഡ്കാസ്റ്റ് ചാനൽസ് കാണും, യൂട്യൂബ് വീഡിയോസ് കാണും, ആർട്ടിക്കിൾസ് വായിക്കും. ഇതെല്ലാം ചെയ്തിട്ടും അവർക്കൊരു മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കോ ലിവിംഗ് പ്രോപ്പർട്ടി നോക്കി, ഡ്യുവൽ ഇൻകം നോക്കി, അവർ NDAs നോക്കി, പിന്നെ ക്യാഷ് ഫ്ലോ വേഴ്സസ് ക്യാപിറ്റൽ ഗ്രോത്ത്, ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് നോക്കി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ ദേ ആർ റിസർച്ചിങ്. ഓരോ തവണ ഓൾമോസ്റ്റ് ഓരോ ഡിസിഷൻ എടുക്കും, വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് വരുമ്പോൾ അതിന്റെ പുറകെ പോകും, ജസ്റ്റ് കമ്പയർ ചെയ്യും, റീതിങ്ക് ചെയ്യും. ഇത് തന്നെയാണ് കഴിഞ്ഞ 3 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ദ പ്രോബ്ലം ഈസ് നോട്ട് ലാക്ക് ഓഫ് ഇൻഫർമേഷൻ, ദ പ്രോബ്ലം ഈസ് ദ ക്ലാരിറ്റി. ദേ ആർ നോട്ട് ഗെറ്റിംഗ് ദ ക്ലാരിറ്റി. അപ്പോൾ എല്ലാവരും അങ്ങനെ പല സ്ട്രാറ്റജീസ് വരും. ഇത് ഓരോ സ്ട്രാറ്റജിക്കും ഓരോ ബെനിഫിറ്റ്സ് ഉണ്ടാവും, അതിൻ്റെതായ റിസ്ക് എല്ലാ സ്ട്രാറ്റജിക്കും ഉണ്ടാവും. നമ്മൾ ഓവറായിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും ഓവറായിട്ട് അനലൈസ് ചെയ്യുന്ന കാര്യങ്ങളുടെ ഒക്കെ ഒരു ഇഷ്യൂ ആണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ഇങ്ങനെ ഡിലേ വരുന്ന ആൾക്കാരുടെ ഒരു 99% ആൾക്കാരുടെ ഇഷ്യൂ എന്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് അവർ അനലൈസ് ചെയ്യുക, അവർക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. അതാണ് ഇതിന്റെ മെയിൻ റീസൺ. അപ്പോൾ ഈ 3 വർഷത്തിന് മുന്നേ അവർ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, ഇത്രയൊന്നും റിസർച്ച് നടത്താതെ ജസ്റ്റ് ഇവിടെ പോയി ഒരു ബേസിക് റിസർച്ച് നടത്തിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഇപ്പോൾ അതിനുള്ള ക്യാപിറ്റൽ ഗ്രോത്തും കണ്ട് അവരുടെ പ്രോപ്പർട്ടി ചിലപ്പോൾ ഒരു പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ആയിട്ട് വന്നിട്ടുണ്ടാവും. കാരണം ഈ വെൽത്ത് ബിൽഡ് ചെയ്യുക എന്നുള്ള ഒരു പെർഫെക്റ്റ് പ്ലാൻ അല്ല, അതൊരു വെൽ എക്സിക്യൂട്ടഡ് പ്ലാൻ ആണ്. യു ഡു നോട്ട് നീഡ് ദ പെർഫെക്റ്റ് സ്ട്രാറ്റജി ടു സ്റ്റാർട്ട്, യു നീഡ് എ സൗണ്ട് സ്ട്രാറ്റജി ആൻഡ് ദ കറേജ് ടു ആക്ട്. നിങ്ങൾ ഇപ്പോഴും റിസർച്ച് മോഡിൽ തന്നെയാണെങ്കിൽ നിങ്ങളൊരു ഹോണസ്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് തന്നെ ചോദിക്കും, നിങ്ങൾ ക്ലാരിറ്റി ബിൽഡ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കാൻ അവോയ്ഡ് ചെയ്യുന്നതാണോ? അപ്പോൾ ഇങ്ങനെ എല്ലാവരും റിസർച്ചും കാര്യങ്ങളൊന്നും ചെയ്ത് ഒരുപാട് ടൈം കളയാതെ, റിസർച്ച് എല്ലാം വേണം, അതിന്റെ ടൈമിന് അതെല്ലാം വേണം, ബട്ട് ഒരുപാട് ടൈം കളയാതെ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ടേക്ക് കെയർ, ബൈ ബൈ.